പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനൊരുങ്ങിയ കേന്ദ്ര സർക്കാർ ഭേദഗതി ചട്ടങ്ങൾ ഇന്ന് വിജ്ഞാപനം ചെയ്തേക്കുമെന്ന റിപ്പോർട്ട് പ്രത്യേക പോർട്ടലും സജ്ജമാക്കും. ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ സാമുദായിക വോട്ടുകൾ, ഈ സാമുദായിക ധ്രുവീകരണത്തിലൂടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ടോ? മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 2019 ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി അത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തത്. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പൗരത്വ ഭേദഗതി നിയമം അത് വിജ്ഞാപനം ചെയ്യുമെന്ന് അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. ആദ്യം അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് തന്നെ പൗരത്വ നിയമ ഭേദഗതി അതിൽ വിജ്ഞാപനം പുറത്തിറക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും അത്തരമൊരു വിജ്ഞാപനം പുറത്തിറക്കുക. അതോടൊപ്പം പൗരത്വ നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള പ്രത്യേക പോർട്ടലും, അതായത് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള പ്രത്യേക പോർട്ടലും ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോർട്ടലും ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ സംസ്ഥാനങ്ങളിൽ ഉള്ള പൗരത്വം നൽകുന്നതാണ് ഈ ഒരു ഭേദഗതി ഇതുവരെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അക്ഷരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭേദഗതി ഈ ഒരു പൗരത്വം നൽകുമ്പോൾ അതിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു വിമർശനമായി തുടക്കം മുതൽ ഉയർന്നു വന്നത്. കാരണം 6 വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹിന്ദു മതക്കാർ, ക്രിസ്ത്യൻസ്, ബുദ്ധ മതക്കാർ, പാഴ്സികൾ, അത്തരത്തിൽ 6 ജൈനർ, ഇത്തരത്തിൽ 6 വിഭാഗക്കാർക്ക് മാത്രമാണ് ഒരു പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന്, അതായത് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിംസ്, ഷിയാസ്, അഹമ്മദികൾ, ഈ 3 വിഭാഗങ്ങളെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതാണ് വലിയ വിവാദങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചത്. വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെന്ന് 2019 രാജ്യത്തുടനീളം അരങ്ങേറിയതാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJPയുടെ തന്നെ വലിയ നീക്കമാണ് ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഭേദഗതി ചട്ടങ്ങൾ ഇന്ന് തന്നെ വിജ്ഞാപനം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രത്യേക പോർട്ടലും ഇതിനായി സജ്ജമാക്കും. ഏകദേശം 9 മണിയോടുകൂടി ചട്ടം പുറത്തുവരുമെന്നാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.